അതിന് മറുവശത്ത് റോഡിൽ താഴത്ത് റോഡുണ്ട്. ആ റോഡ് അവിടൊന്നും പോടില്ല. പിന്നെ മുകളിൽ നമ്മളിപ്പോ മുകളിലോട്ട് തെരഞ്ഞെടുത്ത പ്രയോജനം ഉണ്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ മുകളിൽ തെരയേണ്ട തെരയാണെങ്കിൽ ആരും ഉണ്ടോന്നുള്ള ഒരു കാര്യം ഇവിടെ ഈ കാണുന്ന ചതുപ്പ് എന്ന് പറയുന്നത് ഒരു കുളമായിരുന്നു. ആ കുളമാണിപ്പോൾ മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ് മരക്കമ്പൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും മൂടി കിടക്കുന്നത്. അതിനുള്ളിൽ അല്ലെ അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. അവിടെ തിരയണമെങ്കിൽ അവിടെ പോയി നിന്നുകൊണ്ടാണ് അവിടെ ഒരു ഏകദേശം 200 ആളോളം അവിടെ ഈ പ്രദേശത്തുള്ള ഈ താഴെയുള്ള എന്റെ എല്ലാ കുടുംബവും എല്ലാ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ. അല്ല, ഈ നാട് ഞാൻ പെറ്റു വളർന്ന നാടാണ്. ഞാൻ കുറച്ചാളായിട്ടുള്ള അങ്ങോട്ട് താമസം മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഇവിടെ തന്നെ. എല്ലാവരും പരിചയമുള്ളവരാണ്. എല്ലാവരും നമ്മളെ സുഹൃത്തുക്കൾ, കുടുംബം, ബന്ധം. എങ്ങനെ കുറച്ച് പൊടി കിട്ടി, കുറെ പൊടി കിട്ടിയിട്ടുണ്ട്, കുറച്ച് കിട്ടാനുണ്ട്. എന്റെ അളിയന്റെ കിട്ടിയില്ല, അളിയന്റെ ഭാര്യന്റെ കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. മനസ്സിലായി. അല്ലല്ല, ആർമി ഇന്നലെ അറിയില്ല. കാരണം ഞാൻ ഇന്നാ വരുന്നത്. ആർമി ഇന്നലെ മിനിയാന്ന് തൊട്ട് ആർമിയൊക്കെ ഇവിടെ രക്ഷാപ്രവർത്തനം അതുണ്ട് എന്ന് പറഞ്ഞാണെങ്കിൽ, അതായത് ഈ സംഭവം നടന്ന പിറ്റേന്ന് മാത്രമേ ഇവർക്ക് ഇവിടെ എത്തപ്പെടാൻ പറ്റായിട്ടുള്ളൂ. അത് ചൂരമല കേന്ദ്രീകരിച്ചായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ അന്ന് രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടി കിട്ടുമായിരുന്നു. അന്ന് പറ്റിയില്ല അവര് ഇങ്ങോട്ട്. കാരണം ഈ ബന്ധം പറ്റ വിട്ടുപോയില്ലേ, അതുകൊണ്ട് പറ്റിയിട്ടില്ല. ഇതായിരുന്നു കുറച്ചുകൂടെ മുകളിലോട്ട്. ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട് മേപ്പാടിയാണ്. എന്റെ അനിയനും ഒക്കെയാണ് തറവാട്ടിലുള്ളത്. എന്റെ ഭാര്യന്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതിനൊക്കെ ഓരോ വീടൊക്കെ പോയി. അവരൊക്കെ എന്റെ അടുത്തുണ്ട് അവിടെ. അവര് ഒരു 2 ദിവസം മുന്നേ മാറി. ഇവിടുന്ന് ചൂരമലക്ക് മാറി. ചൂരമല എന്റെ ഒരു അളിയന്റെ വീടുണ്ടായിരുന്നു. ഇപ്പൊ പോയ ആ കടകളുടെ ബാക്കിലുണ്ട്. ഇപ്പൊ പോയി ആ വീട്ടിലായിരുന്നു. അന്നത്തെ മഴ കണ്ടിട്ട് രാത്രി അവിടുന്ന് പോന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഇപ്പൊ അവര് അവിടെ വീട്ടിലുണ്ട്. അവര് സേഫ് ഉണ്ട്. അവരെ അനിയന്മാര്, രണ്ടനിയന്മാര് ഫുൾ ഫാമിലി ഒക്കെ പോയി. പിന്നെ മൂപ്പര മോന്റെ ഭാര്യ, മകന്, മോന്റെ കുട്ടീന്റെ മോന് എല്ലാം പോയി. അയ്യോ, അവരെ 2 ബോഡി ഇതിലൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ബോഡി കിട്ടിയില്ല. എല്ലാം പോയി. ആ മുകളിലത്തെ വീട് പോയി. പിന്നെ എത്ര വീടിന് അവിടെ പോകണം? ഞാനിപ്പോ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങോട്ട് പോവുകയാണ്. മുകളിൽ ഇനി വീടുണ്ടോ ബാക്കിയുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ആ സൈഡിലൊന്നും ഇപ്പൊ ഇതിലുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ വീടുകളില്ല. ഈ 3 വീട് കഴിഞ്ഞ പിന്നെ ഇതിന്റെ അവിടെ കുറച്ച് വീടുള്ളൂ. ആ വീടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഇനി സംഭവിച്ചാലോ ഇല്ലെങ്കിലും ഏറ്റവും നാശനഷ്ടം മുണ്ടക്കായി ചൂരമല സ്കൂൾ ഏരിയ. മുണ്ടക്കായി കംപ്ലീറ്റ് പോയി. ഏകദേശം ഈ ആളുകൾ താമസം ഉണ്ടായിരുന്ന ഏരിയ ഇത് മാത്രമാണ്. പ്രൈവറ്റ് ലാൻഡ് ആയിട്ടും പിന്നെ കമ്പിന്റെ എസ്റ്റേറ്റ് പാടികളായിട്ടുള്ള അത് കംപ്ലീറ്റ് പോയി തന്നെ പറയാം. അതിവിടെ ഇവിടുന്ന് ഈ ഭാഗത്തുള്ളത് ഈ വീട്ടിലുള്ളവര് അങ്ങനെ കുറച്ച് ഓടി രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ നിന്ന് റിസോർട്ട് ഇതിന്റെ മുകളിൽ അവര് ശബ്ദം കിട്ടുന്ന പറഞ്ഞത്. അവര് ഈ ഇതിന്റെ പിന്നെ നോക്കണ അവര് 3 പേര് ഇവിടെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ 3 പേര് ഉണ്ടായിരുന്നു. അപ്പോ അവര് പറയണത് ഈ പൊട്ടുന്ന ശബ്ദവും ഈ പൊട്ടി പോണെന്നൊക്കെ അവരൊന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. നൂറുദ്ദീൻ യൂനസ് എന്നൊക്കെ പറയണവര് മെമ്പറാണ് നൂറുദ്ദീൻ. ആർമികളെ ഇവിടെ താഴോട്ടല്ലാതെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. ഇനിയിപ്പോ കാരണം അതിന്റെ താഴോട്ടാണ് നോക്കേണ്ടത്. കാരണം ഓരോ ഏരിയ അനുസരിച്ച് ഇവിടുന്ന് പോയിന്റ് അതിനനുസരിച്ചിട്ട് അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിവിടുന്ന് അന്ന് ഒരു ബോഡി പിന്നെ പള്ളിയിലെ ഖത്തീബിന്റെ ബോഡി നിലമ്പൂരിൽ നിന്ന് കിട്ടിയ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് പള്ളിയിൽ ഉള്ളിൽ തന്നെ കിട്ടി. അതുപോലെ അവിടെ ഒരു എന്റെ വരുന്നിടത്ത് 5-6 വീട് എല്ലാം വീട്ടിൽ ഒതുങ്ങിയിരുന്ന അതും അടിച്ചു പോകാത്തായിരുന്നു. അന്ന് രക്ഷാപ്രവർത്തനം എത്താത്തത് കൊണ്ടാണ് കുറെ ആളുകളോട് അഭയം ചോദിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ. പക്ഷെ ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇവിടെയുള്ള രക്ഷപ്പെട്ട് നോക്കാൻ പോയവരൊക്കെ
Yes.